പ്രിയനോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരാൾക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എൻ്റെ കൊണ്ട് ചോദ്യമാണ്. പ്രിയ, എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള പല സിനിമകളിലും പ്രിയന് ഭയങ്കര ഒരു നാടിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ചില കഥാപാത്രങ്ങളും കുട്ടനാടും, പല കഥാപാത്രങ്ങളും ഉണ്ണി എന്ന് സംസാരിക്കാറുണ്ട്. അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അമ്പലങ്ങളുടെ ചില കാര്യങ്ങൾ, കൃഷ്ണനോടുള്ളൊരു താല്പര്യം, നമുക്ക് എൻ്റെ ഒരു ലൊക്കേഷനായിരുന്നാലും ശരിയാണ്. എൻ്റെ കഥാപാത്രങ്ങളും അവരുടെ ജീവിത രീതിയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പെല്ലാം എൻ്റെ സിനിമയിൽ ശരിക്കും ഞാനത് അനുഭവിച്ച് പോയിരുന്നു. എനിക്കൊണ്ട് പ്രിയനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പൊന്നമ്മ ചേച്ചി കാക്കക്കുയിലൊരു പാട്ട് പാടുമ്പോൾ, ഉണ്ണിക്കണ്ണാവാന്ന് പറഞ്ഞൊരു പാട്ട് പാടുമ്പോൾ പ്രിയൻ ബാക്കിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അതൊരു മോനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രിയൻ തന്നെ അത് പറഞ്ഞ് ചെയ്യിച്ചാൽ ശരി. എനിക്കത് പ്രിയൻ അത് ആ ഇമോഷൻ താങ്ങാൻ പറ്റാതെ. പക്ഷെ ആ പ്രിയൻ ഇത്രയും കാലം മദ്രാസ് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ കേരളത്തിനെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയും കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, ആനപ്പുറത്ത് കയറിയാലും സമ്മാനം വാങ്ങിക്കാൻ അവസാനം താഴെയല്ലേ വരുന്നത്. സോ ഇതൊരു യാത്രയാണ്, എവേ. അതായത് ഒരു കാലത്ത് മലയാള സിനിമ മുഴുവൻ എല്ലാ സിനിമകളും മദ്രാസിലായിരുന്ന സമയത്ത് അവിടെ സെറ്റിലായി പോയതുകൊണ്ട് പിന്നീട് അവിടുന്ന് അപ്പോഴേക്കും കുട്ടികൾ ഇവരെല്ലാം അവിടെ തന്നെ പഠിക്കാനൊക്കെ തുടങ്ങിയോണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെല്ലാം വന്ന പോലെ ഞാനും ഇങ്ങോട്ട് പെർമനൻ്റായിട്ട് വന്നേനെ. പിന്നീട് അതൊരു കൺവീനിയൻസായി മാറി. പിന്നീട് അവിടുന്ന് അത് ആലോചിക്കുന്നതിന് മുമ്പ് ഞാൻ ബോംബെയിലേക്ക് പോയി. പിന്നെ കുറേ നാൾ ബോംബെയിൽ വർക്ക് ചെയ്തു. എല്ലാം ആയപ്പോൾ അത് തന്നെയാണ്. പക്ഷെ ഞാനിതൊന്നും മിസ് ചെയ്യുന്നില്ല. ഈ കുമാർ ചോദിച്ച പോലെ ഞാൻ വീണ്ടും നാട്ടിലേക്ക് കൂടെ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. കൂടെ വരാറുണ്ട് നാട്ടിലേക്ക്. മാത്രമല്ല, എനിക്ക് പുറത്തധികം സുഹൃത്തുക്കളില്ല. എൻ്റെ സുഹൃത്തുക്കളെല്ലാം തിരുവനന്തപുരത്താണ്. ഊർജ്ജം കൂടുന്ന ആവാഹിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ പോസിറ്റീവ് എനർജി മുഴുവൻ ഇവിടുന്നാണ്. ഞാൻ ഒരിക്കലും എനിക്ക് പ്രൊഫഷണൽ ഫ്രണ്ട്സ് അല്ലാതെ ഈ പറയുന്ന നമ്മുടെ പേഴ്സണൽ ഫ്രണ്ട്സ് അധികം പുറത്തില്ല. സോ ഞാൻ കൂടുതലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഴിച്ചാൽ ഈ തിരുവനന്തപുരത്ത് കാണുന്ന ഈ വഴി മുഴുവൻ ഞാൻ സൈക്കിളിൽ ഓട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഏത് വഴി എവിടെ പോകണമെങ്കിലും ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിൽ പോകാൻ എനിക്കറിയാം. സോ ട്രിവാൻഡ്രം ഇസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ ഗ്രോത്ത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ യൂത്ത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ ലവ്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ സിനിമ. സോ ജീവിതത്തിൽ ഒരിക്കലും തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിനെ എനിക്ക് മറക്കാൻ പറ്റില്ല.